നമസ്കാരം. പൂക്കി നുണകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. തെരഞ്ഞെടുപ്പിന് മുന്നും തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങളെ പറ്റിക്കുന്ന പൂക്കി നുണകളെക്കുറിച്ച് പലപ്പോഴും ഓരോ ദിവസവും ഈ വാർത്താ കുത്തൊഴുക്കുകൾ ഇവർ തന്നെ സ്പോൺസർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞ നുണകൾ പിന്നീട് നിങ്ങൾ ആലോചിക്കരുത്, ആലോചിക്കാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ വിവാദങ്ങൾ എന്ന രീതിയിൽ വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും പടച്ചു വിട്ടുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. പൂക്കി മുഖ്യനാകുന്നതിന് മുന്നോടിയായിട്ട് വീട് വീടാന്തരം കയറി പറഞ്ഞ ആദ്യത്തെ നുണ എന്താണ് നിങ്ങൾ കേൾക്കണ്ടേ? നമ്മളെ ഇപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിന്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. കേട്ടല്ലോ, KSRTC ബസ്സുകളിലെല്ലാം സൗജന്യ യാത്ര, അതും സ്ത്രീകൾക്ക്. KSRTC ബസ്സുകളിലെല്ലാം ആ വാഗ്ദാനം കൊടുത്തതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ അതിൽ ആകർഷകരായി. കാര്യം പലർക്കും ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങി പല ബസ്സുകളിലും അവർ ദൂരദേശത്ത് നിന്ന് ഇവിടെ തലസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകാമെന്ന പ്രതീക്ഷയിൽ ആ ഒരു വാഗ്ദാനത്തെ സ്ത്രീകളെ വല്ലാതെ ആകൃഷ്ടരാക്കി. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പൂക്കി മുഖ്യനായപ്പോൾ ആ നുണ എങ്ങനെയാണ് പെട്ടെന്ന് മാറ്റിയെന്നറിയും. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേറ്റുടൻ ആദ്യ ക്യാബിനറ്റിൽ നിങ്ങൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഞങ്ങളുടെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇപ്പോ എന്താണ് പറയുന്നത്? സർക്കാർ പ്രഖ്യാപിച്ചത് സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം. ഫാസ്റ്റ് മുതലുള്ള സർവീസുകളിൽ സൗജന്യ യാത്ര അപ്രായോഗികമെന്ന് KSRTC വിദഗ്ധ സംഘത്തിന്റെ നിഗമനം. ടിക്കറ്റ് വരുമാനത്തിലെ നഷ്ടം സർക്കാർ. കണ്ടല്ലോ, അത് ലോക്കൽ ബസ്സുകളിൽ മാത്രം. എവിടെ നിന്ന്? തിരുവനന്തപുരത്ത് നിന്ന് കയറി കഴക്കൂട്ടം വരെയുള്ള ലോക്കൽ ബസ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി കവടിയാർ വരെയുള്ള ലോക്കൽ ബസ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ആറ്റിങ്ങൽ വരെയുള്ള ലോക്കൽ ബസ്, ചിറയൻകീഴ് വരെയുള്ള ലോക്കൽ ബസ്, അങ്ങനെ പ്രാദേശിക റൂട്ടുകളിൽ ഓടുന്ന ലോക്കൽ ബസ്. അത്യാവശ്യത്തിന് നമ്മൾ ഒരിടത്ത് എത്തുന്നിടത്ത് നിങ്ങൾക്ക് സൗജന്യമില്ല. അപ്പോൾ ഇതാർക്കാണ് ഈ സൗജന്യം കിട്ടാൻ പോകുന്നത്? പ്രാദേശികമായി യാത്ര ചെയ്യുന്നവർക്ക് KSRTC ആശ്രയിച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യം കിട്ടുമെന്നാണ് പറയുന്നത്. സ്ത്രീകൾ രാവിലെ അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബസ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ വിദഗ്ധമായിട്ട് KSRTC എല്ലാ ബസ്സുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൂറ് പോകാം, സൗജന്യ യാത്ര നടത്താം. ഇനി കേരളത്തിലെ സ്ത്രീകളെല്ലാം സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നു എന്ന നുണ അധികാരത്തിൽ വന്നുടനെ നിങ്ങളോട് പൂക്കിത്തരം കാണിച്ചു, പറ്റിച്ചു. മറ്റൊരു നുണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടന്നു. കേരളം 6 ലക്ഷം കോടിയുടെ കടത്തിലാണ്. എത്ര? 6 ലക്ഷം കോടി. 6 ലക്ഷം കോടിയുടെ കടമെന്ന് മൈക്ക് കെട്ടിവെച്ച് അനൗൺസ് ചെയ്തു. പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് അടുത്ത മാസം ഇറങ്ങിപ്പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്, സാധാരണക്കാരന്റെ തലയിൽ. കേട്ടല്ലോ, ഇന്നിപ്പോ എന്തായി മാറി? 5.07%. അതായത് 1 ലക്ഷം കോടി കള്ളം പറഞ്ഞു. പറയുമ്പോൾ ഒരു ഗുമ്മു വേണ്ടേ? 1 ലക്ഷം കോടിയുടെ കടം കേരളത്തിന് അധികമായിട്ട് തലയിൽ കെട്ടിവെച്ച് ഇദ്ദേഹം പ്രചരണം നടത്തി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 1 ലക്ഷം കോടിയുടെ കള്ളം പറയുന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ 1000 കോടിയുടെ തള്ളി പറഞ്ഞു, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നത്തെ ധവളപത്രത്തിലൂടെ അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ കടം എത്രയാണെന്ന്. കൊച്ചു സംസ്ഥാനമായ കേരളത്തിന്റെ ആകെ പൊതുകടം 5.7 ലക്ഷം കോടി രൂപയാണ്. ഇതുപോലെയാണ് ഓൾട്രേഷന്റെ കാര്യം വന്നപ്പോൾ. നിങ്ങൾക്ക് ഓൾട്രേഷൻ ഞാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായി? ഓൾട്രേഷൻ ഇന്നലകളിൽ ഈ നാട്ടിൽ നിലവിൽ നിന്ന അതേ നിയമത്തെ അദ്ദേഹം ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ച് മനോരമയിലൂടെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഇന്നലകളിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്ന കാര്യം ഒന്ന് മാധ്യമ വാർത്തയായിട്ട് വന്നു. അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? 3 പൂക്കി നുണയായോ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകണം, നിങ്ങൾക്ക് പലിശരഹിത വായ്പ തരണം, 5 ലക്ഷം രൂപ വീതം ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് പലിശരഹിത വായ്പ തരണം, പിന്നീട് ഈ നാട്ടിലെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് തരണം. ആണല്ലോ അല്ലേ? ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല, പൂക്കിയുടെ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു. അതുപോലെ ക്ഷേമ പെൻഷൻ അത് 3000 ആക്കി കൊടുത്തു. ഇതിൽ
ആകെ നടത്തിയെന്ന് പറഞ്ഞാൽ 100 രൂപ നമ്മുടെ ആശാ വർക്കർമാർ നമ്മളെ സഹായിച്ചതിന് ദൈനംദിനം അവർക്ക് 100 രൂപ വെച്ച് കൂട്ടിക്കൊടുത്തു. 233 എന്ന് പ്രചരിപ്പിച്ചത് 333 ആക്കി, നക്കാപ്പിച്ച ഇട്ടുകൊടുത്തു. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞത് ചെയ്തോ? ഇല്ലല്ലോ. പറഞ്ഞതെന്ത്, പ്രവർത്തിക്കുന്നതെന്ത്? ആശമാർക്ക് 21,000 രൂപ ഓണറേറിയമാക്കുമെന്ന് പറഞ്ഞു. അത് കേവലം 100 കുണുവ മാത്രം കൊടുത്ത് അവരെ പറ്റിച്ചു. സൂസി ആശ അതിൽ സംതൃപ്തയാണ്. കാര്യം സൂസിക്ക് വേറെ അണ്ടർഗ്രൗണ്ടിലൂടെ കിട്ടിയതുകൊണ്ട് പാവം ആ നാടകം കളിക്കാൻ വന്ന ആശമാർക്ക് 100 രൂപ വെച്ച് വാങ്ങിച്ചു കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി വിട്ടു. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഇത്രയും വിഷയങ്ങളിൽ നുണ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. ആ പൂക്കിത്തരം പറയുന്ന മനുഷ്യനെ വിശ്വസിക്കാമോ? ഇതിനോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പിരിച്ചെടുത്ത പൈസയിൽ വീട് വച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ കല്ലിട്ടു. അതിന്റെ മുകളിൽ ഇതുവരെ ഒരു കല്ല് വെച്ചിട്ടുണ്ടോ? പണി തുടങ്ങി, പോയി നോക്ക് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോ വാചകമടി മാത്രമേ ഉള്ളൂ പൂക്കി മുഖ്യനെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം ഓർമ്മിപ്പിച്ചത്.